ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, അള്ളാഹു പറയുന്നതായി, എന്റെ അടിമ എന്നെ കുറിച്ച് അവന്റെ മനസ്സിൽ എന്താണോ അവൻ വിചാരിക്കുന്നത് അതിനേക്കാൾ എത്രയോ ഉപരിയായി അവനെ കുറിച്ച് ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കുന്നതാണ്. എന്റെ അടിമ ചെറിയൊരു കൊച്ചു സംഘത്തിനിടയിൽ വെച്ചുകൊണ്ടാണ് എന്നെ ഓർത്തതെങ്കിൽ അതിനേക്കാൾ അനുഗ്രഹീതരായ മലക്കുകൾ എന്ന് പറയുന്ന അനുഗ്രഹീതരായ അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ അവനെ കുറിച്ച് പറയുന്നതാണ്. എന്റെ അടിമ എന്നിലേക്കൊരു ചാണെടുത്താൽ ഞാൻ അവനിലേക്കൊരു മുഴമെടുക്കുന്നതാണ്. എന്റെ അടിമ എന്നിലേക്കൊരു മുഴമെടുത്താൽ ഞാൻ അവനിലേക്ക് നടന്നു പോകുന്നതാണ്. എന്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് നമ്മൾ എത്രത്തോളം അങ്ങോട്ടെടുക്കുന്നോ അതിന്റെ ഇരട്ടി, അതിന്റെ 10 മടങ്ങ് ഇരട്ടി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് ഇങ്ങോട്ടെടുക്കുന്നതാണ്. അള്ളാഹുവിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അടിമയെയാണ് ഇഷ്ടം. ലാ തസ്അലന്ന ബനിയ ആദമ ഹാജത്തുൻ വസലില്ലദി അബ്വാബുഹു ലാ തുഹ്ജബു. മനുഷ്യ, ആദമിന്റെ സന്തതിയോട്, ഒരാളോട്, ഒരു മനുഷ്യനോട് നീ ഒരു കാര്യം ചോദിക്കണ്ട. കാരണം എന്താ? മനുഷ്യന്റെ അവസ്ഥ എന്താ? മനുഷ്യനോട് ചോദിക്കും തോറും അവനക്ക് ദേഷ്യം കൂടും, അല്ലേ? നമ്മള് ഒരു ഉദാഹരണം പറയാം. നമ്മള് പാവപ്പെട്ട ഒരു വ്യക്തി, തൊട്ടപ്പുറത്ത് സാമ്പത്തികമായി നല്ല ഒരു മനുഷ്യൻ, സഹായിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇദ്ദേഹത്തിനോട്, ഈ പാവപ്പെട്ടയാളോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, നിന്റെ പ്രയാസങ്ങൾക്കൊക്കെ പരമാവധി ഞാൻ നിന്റെ സഹായിക്കാം. അങ്ങനെ ഈ പാവപ്പെട്ട വ്യക്തി പോയി ചോദിക്കുന്നു, അദ്ദേഹം കൊടുക്കുന്നു, പിന്നെയും ചോദിക്കുന്നു, പിന്നെയും കൊടുക്കുന്നു. ഈ ചോദ്യം ഇങ്ങനെ കൂടുന്തോറും ആ മനുഷ്യനിക്ക് അദ്ദേഹത്തിനോട് വെറുപ്പ് തോന്നുന്ന, മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ്? ചോദ്യം ഇങ്ങനെ കൂടുന്തോറും മനുഷ്യനോട് വെറുപ്പ് തോന്നും, അല്ലേ? എന്നാൽ അങ്ങനെയല്ല. അല്ലാഹു യഅ്ലബു ഇൻ തറക്ത സുആലുഹു വബനിയ ആദമു ഹീന യുസ്അലു യഅ്ലബു. അള്ളാഹുവിനോട് അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവനോട് ചോദിക്കുന്നവരെ അവനക്ക് ഇഷ്ടമാണ്. അവനോട് ചോദിച്ചില്ല എങ്കിലാണ് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വെറുപ്പ് വരുന്നത്. അള്ളാഹുവിനോട് എത്രത്തോളം നമ്മൾ ചോദിക്കുന്നോ, എത്രത്തോളം നമ്മൾ എടുക്കുന്നോ അതിന്റെ 10 മടങ്ങ് ഇരട്ടി അള്ളാഹു ഉത്തരം നൽകാനും അള്ളാഹു നമ്മളെ സഹായിക്കാനും എല്ലാ അർത്ഥത്തിലും അള്ളാഹു തയ്യാറാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തയ്യാറാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് ചോദിക്കാം. ആ റബ്ബിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം? ആ അല്ലാഹു സുബ്ഹാനഹു തആല പോരാ എന്നൊരു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നുകൂടിയത് കൊണ്ടല്ലേ പ്രിയമുള്ളവരെ ഈ മക്കാമുകളിൽ പോയിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ഈ മക്കാമുകളിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ലേ? ഈ മരിച്ചുപോയ ആളുകൾക്ക് ദുനിയാവുമായി എന്താണ് ബന്ധം? മരിച്ചുപോയ ആളുകൾക്ക് ഈ ദുനിയാവുമായി യാതൊരു ബന്ധവുമില്ല. മടവൂരാരോ പടച്ചോനാണോ എന്ന് പാട്ട് ഇറങ്ങിയപ്പോ നമ്മുടെ ഏതോ ഒരു സഹോദരൻ അതിന് മറുപടിയായിട്ടൊരു പാട്ട് എഴുതിയതാ. മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ പറയുന്നവരെ ഓർത്തിടണം. മരിച്ചു മണ്ണിൽ ദ്രവിച്ചു തീർന്നാൽ ഉദിച്ച സൂര്യനെ കണ്ടിടുമോ? ഉദിച്ച സൂര്യനെ കണ്ടിടുമോ? മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ പറയുന്നവരെ ഓർത്തിടണേ. മരിച്ചു മണ്ണിൽ ദ്രവിച്ചു തീർന്നവർ ഉദിച്ച സൂര്യനെ കണ്ടിടുമോ? ഉദിച്ച സൂര്യനെ കണ്ടിടുമോ? ഈ ലോകത്തിനൊന്ന് ഒരാള് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട്, അത് ആരാവട്ടെ, ഔലിയാക്കളാവട്ടെ, സാധാരണക്കാരാവട്ടെ, ഏതൊരു മനുഷ്യനാണെങ്കിലും അവന്റെ ആത്മാവിന് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് അവന്റെ ആത്മാവിന് ഊരിയെടുത്താൽ, ആ ഖബറിലേക്ക് അവന്റെ മയ്യത്ത് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ, ആ ആത്മാവ് ആ ഖബറിലേക്ക് ആ മയ്യത്തിന്റെ കൂടെ ശരീരത്തിന്റെ കൂടെ കൊണ്ടുപോകുമ്പോ പിന്നീട് ദുനിയാവുമായി യാതൊരു വക ബന്ധവും അവർക്കില്ല. നിങ്ങൾ CM മടവൂരിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോ CM മടവൂർ അത് കേൾക്കുന്നില്ല. ഒരു കാരണവശാലും അതിന് അദ്ദേഹത്തിന് സാധ്യമല്ല. ഇതാരാ പറയുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിന്റെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹ് പറയാ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, ഖബറിലുള്ള ആളുകളോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ,
ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും അവർ കേൾക്കുന്നില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി കേൾക്കുമെന്ന് നിങ്ങളുടെ വാശിക്ക് വേണ്ടി, നിങ്ങളുടെ തർക്കത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. എന്ന് മാത്രമല്ല വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്ത് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കോടതിയില്, റബ്ബിന്റെ കോടതിയിൽ ഈ ആളുകൾ കടന്നു വരുന്നതാണ്. ഈ ആളുകൾ കടന്നു വന്ന് നിങ്ങൾ ചെയ്തതായ ശിർക്കിനെ പച്ചയായി കാരുണ്യവാനായ അല്ലാഹുവിന്റെ കോടതിയിൽ അവർ നിഷേധിക്കുന്നതാണ്. ഒരു സംശയമില്ല. ആരാ പറയുന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഖുർആനിലൂടെ, അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് പറയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ എല്ലാ മുസ്ലിമീങ്ങളും ഏറ്റവും അധികം നമ്മൾ ജീവിതത്തിൽ ഭയപ്പെടേണ്ടത് ശിർക്കിനെയാണ്. നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം തിന്മകളുണ്ട്, എത്ര തിന്മകളുണ്ട്. അവിടെ മിഅ്റാജ് നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു നോമ്പ്. ഇസ്രാ മിഅ്റാജ് യാഥാർത്ഥ്യമാണ്. ഇസ്രാ മിഅ്റാജ് യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾ കടന്ന് അള്ളാഹുവിന്റെ അരികിലേക്ക് പോയ ആ സംഭവം യാഥാർത്ഥ്യമാണ്. ആ സംഭവത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല 3 സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. 3 സമ്മാനങ്ങൾ അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനെ ആദരിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. നമുക്കറിയാം അതിലൊന്ന് 5 വഖത്ത് നമസ്കാരമാണ്. ആദ്യം 50 വഖത്തായിരുന്നു, പിന്നെ ചുരുക്കി 5 ആയതാണ്. ഇതാണ് മുസ്ലിം സമുദായത്തിന് ഒന്നാമത് നൽകപ്പെട്ട സമ്മാനം. രണ്ടാമത് നൽകപ്പെട്ട സമ്മാനം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി, സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ 2 ആയത്തുകൾ അള്ളാഹുവിന്റെ പ്രവാചകനുക്ക് നൽകുകയാണ്. മൂന്നാമതായി അല്ലാഹു ഈ സമുദായത്തിന് ഒരു ഉറപ്പ് നൽകുകയാണ്, ഒരു ഓഫർ നൽകുകയാണ്. എന്താണ് ഓഫർ എന്നറിയുമോ? ഈ സമുദായത്തിൽ നിന്ന് മരണപ്പെട്ട, അതായത് വഗ്ഫിറ ലിമൻ ലാ യുശ്രികു ബില്ലാഹി മിൻ ഉമ്മത്തിഹി ശൈആ, അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന് ഒരു വാക്ക് കൊടുക്കുക. നിന്റെ സമുദായത്തിൽ നിന്ന്, മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ നിന്ന് ഒരു തരി പോലും, ഒരു അല്പം പോലും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ ശിർക്ക് ചെയ്യാതെയാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല അവനക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അല്ലേ? ഞാൻ പരിശുദ്ധ ഖുർആനിലെ ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസാഇന്റെ വചനം അല്ലാഹു സുബ്ഹാനഹു തആല ആ ആയത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്താ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹ്, ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ അല്ലാഹു ഒരിക്കലും, അല്ലാഹു സുബ്ഹാനഹു തആല പങ്കു ചേർക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത എന്ത് തിന്മകൾ മനുഷ്യൻ ചെയ്താലും അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. എന്നാൽ ശിർക്ക് ചെയ്ത ആളുകൾക്ക് അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല. എന്ന് മാത്രമല്ല, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റകത ലയഹബതന്ന അമലുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലൂടെ അല്ലാഹു പറയാ, എന്താ പറയണത്? പ്രവാചകനോട് പറയാ, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ള സകല പ്രവാചകന്മാർക്കും തീർച്ചയായും നാം നൽകിയ ഒരു സന്ദേശമാണ്. എന്താണ്? ലൈൻ അശ്റകത, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ. മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, ഈ പ്രഭാഷണം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അതിനെ കളിയാക്കാനും അതിനെ പരിഹസിക്കാനും ആ രൂപത്തിലെല്ലാം പറഞ്ഞുകൊണ്ട് ഈ തലപ്പാവുധാരികളായ ആളുകൾ രംഗത്ത് വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പണ്ഡിതന്മാരാരും നാളെ ഖബറില് നമ്മുടെ കൂടെ കിടക്കാനുണ്ടാവില്ല. നാളെ പരലോകത്ത് ഒരാളും മറ്റൊരാളുടെ പാപഭാരം ചുമക്കുകയില്ല എന്ന് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ടെങ്കിൽ, നഫ്സി നഫ്സി നഫ്സിയാ, എന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു ലോകം നമുക്ക് വരാനുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കുക.
അള്ളാഹ് പറയാ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, നിനക്കും മുൻഗാമികൾക്കും ഞാൻ വഹീ നൽകിയിട്ടുണ്ട്. നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബത്തുന്ന അമലുക, നിന്റെ അമലുകൾ മുഴുവനും ബാത്തിലായി പോകുമെന്ന്. നിന്റെ അമലുകൾ മുഴുവനും ബാത്തിലായി പോകും. മാത്രമല്ല വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും. നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും. ഇവിടെ നമ്മുടെ നാട്ടിൽ മക്കാമിന്റെ നേർച്ച, പൂരം, അതുപോലെ തന്നെ ചന്ദ്രക്കുടം, അതിനൊക്കെ അപ്പുറം ഒരുപാട് സംഭവങ്ങൾ ഈ ഓരോ വർഷം കഴിയുന്തോറും. എന്നിട്ട് പേര് പുത്തൻവാദികൾ. നമ്മൾ ഈ പുത്തൻവാദം എന്ന് പറഞ്ഞാൽ എന്താ? പുതിയതായിട്ട് ഓരോന്ന് കൊണ്ടുവന്ന് അതിനു വേണ്ടി വാദിക്കുന്നവരാണ് പുത്തൻവാദികൾ. സുന്നികൾ എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ. അപ്പൊ ഒറിജിനൽ നമ്മളാണ്, അല്ലെ? എന്നിട്ട് നമ്മളെ കുറിച്ച് പറയാ വഹാബികളാണ്, പുത്തൻവാദികളാണ്. ഇത് സുന്നി പ്രസ്ഥാനത്തിൽ ഞാനുള്ള കാലഘട്ടത്തിലൊന്നും ഈ സാധനം ഉണ്ടായിരുന്നില്ല. മജ്ലിസുന്നൂർ എന്ന് പറയുന്ന ഒരു പുസ്തകം, മജ്ലിസുന്നൂർ, അല്ലെ? ഇപ്പൊ ഈ കെ സംസ്ഥ വ്യാപകമായിട്ട് ഉണ്ടാ. ഇപ്പൊ നോക്ക് നിങ്ങള്, SSLC പരീക്ഷക്ക്, അതുപോലെ വലിയ വലിയ പരീക്ഷകൾക്കൊക്കെ പോകുന്ന കുട്ടികളോട് ഉസ്താദുമാര് പറയാ, നിങ്ങൾ എക്സാമിന് പോകുമ്പോ ഈ പുസ്തകം നിങ്ങളുടെ ബുക്കിന്റെ ഇടയിൽ വെച്ചിട്ട് കൊണ്ടുപോകണം, പരീക്ഷക്ക് മാർക്ക് കിട്ടുന്ന. മനസ്സിലായ? ആ പരീക്ഷക്ക് മാർക്ക് കിട്ടുന്ന. എന്റെ പെങ്ങളുടെ മോള് SSLCക്ക് പഠിക്കുന്ന സമയത്ത് അവള് കൂട്ടുകാരോട് കൂടെ പോയപ്പോ കൂട്ടുകാരോട് ചോദിക്കേ, നിന്റെ അടുത്ത് മജ്ലിസുന്നൂർ ബുക്കില്ലേ? ഇവിടെ ആകെ എന്തും വിട്ടത് കേട്ടിട്ട് തന്നെയല്ല. എന്താ മജ്ലിസുന്നൂർ? നോക്കുമ്പോ സാധനം ഇതാണ്. കണ്ടാ, ഈ പുസ്തകം വെച്ച് പോയാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നു. കണ്ടാ, എന്താണ് ഈ മജ്ലിസുന്നൂറിൽ പറയണത്? മജ്ലിസുന്നൂറില് ഒരുപാട് ബദരീങ്ങളുടെ പേരിങ്ങനെ പറയാ, ബദരീങ്ങളുടെ പേരിങ്ങനെ പറയാ. എന്നിട്ട് അവരോട് എന്ത് ചെയ്യാ? അവരെ കുറിച്ചൊരു പാട്ടുപാടുക, അല്ലെ? ഇതിലൊരുപാട് പോരിശകൾ പറയുന്നുണ്ട്. ഇതിന് വായിക്കാനുള്ള സമയമില്ല. ഒട്ടനവധി പോരിശകള്. ബദരീങ്ങളുടെ ഒരാള് ഹജ്ജിന് പോയ സമയത്ത്, അത് ബദർ മൗലൂദിലുള്ളതാ, ഹജ്ജിന് പോയ സമയത്ത് അയാള് മറ്റേ വീട് പൂട്ടിയിട്ടിട്ട് പോയി, അല്ലെ? അങ്ങനെ ആ വീട്ടില് കള്ളം കയറിയപ്പോ മോഷണത്തിന് വേണ്ടി ആ വീട് കുത്തി തുറക്കാൻ ശ്രമിച്ചപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ശബ്ദം, അല്ലെ? ഭയങ്കരമായ ശബ്ദം. എന്താണ് ശബ്ദം എന്നറിയോ? അതിന്റെ ഉള്ളിൽ നിന്ന് ആയുധങ്ങളുടെ ഭയങ്കര സംസാരം, അതുപോലെ തന്നെ ആയുധത്തിന്റെ ചിലമ്പലും അവർ കേട്ടു എന്നാണ്. അവസാനം മോഷ്ടാക്കള് ആ ശ്രമം ഉപേക്ഷിച്ചു പോയി. ഈ ഹജ്ജിന് പോയി തിരിച്ചു വന്ന ആളോട് പിന്നീട് ഈ മോഷ്ടാക്കൾ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കക്കാൻ വന്നിരുന്നു. എന്താ രസം എന്നറിയോ? പച്ചക്ക് കള്ളത്തരം ചെയ്തിട്ടേ അത് വന്നിട്ട് ഇങ്ങനെ വിളിച്ചു വരാം, നിങ്ങളെ വീട്ടിൽ കക്കാൻ വന്നിരുന്നു. അപ്പൊ കക്കാൻ വന്ന സമയത്ത് ഞങ്ങളതിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര സൗണ്ടൊക്കെ കേട്ട്, അതേപോലെ ആയുധങ്ങളുടെ ശബ്ദങ്ങളൊക്കെ കേട്ട്, എന്താ നിങ്ങൾ കാട്ടിയത്, അല്ലെ? അപ്പൊ അദ്ദേഹം പറയാ, ഞാനൊന്നുമല്ല, ഞാനൊരു പേപ്പറില് ബദരീങ്ങളുടെ പേര് എഴുതി വെച്ചിരുന്നു. അതിന്റെ കൂട്ടത്തിൽ വെറുതെ ഒന്ന് ആയത്തുൽ കുർസിന്റെ ചെറിയൊരു പീസ് ഞാൻ അങ്ങനെ കയറ്റി കൊടുത്തിരുന്നു. അപ്പോ ബദരീങ്ങളുടെ പേര് അവിടെ എഴുതി വെച്ചത് കൊണ്ടാണ് എന്തേത് മോഷണം സമം അവർ ഉപേക്ഷിച്ച് പോവേണ്ടി വന്നു. അവിടെ ബദരീങ്ങൾ വന്നു. ഇത് കൂടുതൽ പൂർണ്ണമായിട്ട് ഞാൻ വായിക്കുന്നില്ല. ഇതിലെ ചില വരികളാണ്. എന്താണെന്നറിയോ? എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ യമെ കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവസൂരി അഥവാ പ്ലേഗ്, കോളറ, അതുപോലെ തന്നെ കൊറോണ വന്നില്ലേ? കൊറോണ വന്നപ്പോഴും അവര് വെറുതെ വിട്ടില്ല. നമ്മൾ കരുതി എന്താ നിങ്ങള്, കൊറോണ വന്നാൽ ഈ പായന്മാരെ ഒന്ന് വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ടെങ്കിലും പടച്ചോനെ കുറിച്ച് ചിന്തിക്കല്ലോ. 4 സ്റ്റേജ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് മരിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ് ബയാർ തങ്ങളെടുത്ത് വന്നു. അവിടെ വന്നിട്ട് അവര് പിന്നെ എല്ലാ അസുഖങ്ങളും മാറിപ്പോയി. ഈ പറയപ്പെട്ട എല്ലാ തങ്ങന്മാരും വീട്ടിന്റെ ഉള്ളിൽ മാസ്ക് ഇട്ടിട്ട് വീട് പൂട്ടിയിരുന്നു. ഒരു സോപ്പിട്ട് കഴുകിയ പോടാ കൊറോണനെ പേടിച്ചിട്ട്. എന്നിട്ടോ നമ്മൾ മനസ്സിലാക്കി, ഇനി കൊറോണ ഒക്കെ കഴിഞ്ഞാൽ കുറച്ചൊക്കെ മുവഹിദുകളായിട്ട് ഇവര് പുറത്തേക്ക് വരുന്ന. കുറച്ച് പുറത്തേക്ക് വന്നല്ല, അതിന്റെ അകത്തുനിന്ന് പാടി ദണ്ണം വബാ കൊറോണയും മറ്റുള്ള വൈറസ് അടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ.
കൊറോണ പോലെയുള്ള മാരകമായ വൈറസുകൾ ബാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വൈറസുകളിൽ നിന്ന് ബദരീങ്ങളെ തുണ വേണം, ബദരീങ്ങളുടെ തുണ വേണം. നിങ്ങൾ കേൾക്കണം സഹോദരന്മാരെ, ആരാ ബദരീങ്ങള്? തൗഹീദിന് വേണ്ടി പടപൊരുതിയ മഹാന്മാരായ ബദരീങ്ങൾ. ആ ബദരീങ്ങളുടെ കൂട്ടത്തില് പ്രഗൽഭരായ 3 ബദരീങ്ങൾ: അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഈ മഹാരഥന്മാരായ 3 ബദരീങ്ങൾ പ്ലേഗ് എന്ന് പറയുന്ന മാരകമായ വൈറസ് ബാധിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത് എന്ന് ചരിത്രം ഇവിടെ പറയുമ്പോ, സ്വന്തം ശരീരത്തിലേറ്റ ആ പ്ലേഗ് എന്ന് പറയുന്ന മാരകമായ വൈറസിനെ സംരക്ഷിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയ മഹാരഥന്മാരായ ബദരീങ്ങളോടാണ് പറയുന്നത്: ദണ്ണം വബവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. കഴിഞ്ഞില്ല. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും. വല്ലോ മനസ്സിലായ? ഇത് മിക്സ്ഡ് ആണ്. എന്താ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി, മനസ്സിലായില്ലേന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. അട്ടാ, അതൊരു പണ്ടൊരു ഉസ്താദ് ദർസിൽ ഇങ്ങനെ കുട്ടികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കാം. അപ്പൊ ആ സമയത്ത് 2 ചെറുപ്പക്കാരൻ നിസ്കരിക്കാൻ വന്നു. അപ്പൊ താഴെയാണ് ദർസ്. ആ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ മേലെ പോയിട്ട് നിസ്കരിച്ചോളി എന്ന്. അപ്പൊ മേലേക്ക് പോയിട്ട് ഇവർ നിസ്കരിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ മേലെന്നൊരു ബഹളം. ഉസ്താദ് പോയി നോക്കിയപ്പോ ഭയങ്കര അടിയാണ് നടക്കുന്നത്. ഈ 2 ചെറുപ്പക്കാരൻ നിസ്കാരം കഴിഞ്ഞ് എന്തോ സംസാരമായി അടിയാണ് നടക്കുന്നത്. അങ്ങനെ ഉസ്താദ് അത് ശരിയാക്കി അവരെ വിട്ട്. പക്ഷെ ഇത് കേസായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉസ്താദിനോട് വരെയാണ് ചോദിക്കാൻ, ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ. അപ്പൊ വരുന്ന മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു: ഉസ്താദെ, അടി നടന്നത് നിങ്ങളല്ലേ കണ്ടത്? നിങ്ങളല്ലേ സാക്ഷി? ആ, ഞാനാണ് സാക്ഷി. പോലീസുകാരും വരുന്നുണ്ട്. എത്രയും പെടുത്ത് അടിയൂരിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ പോണ്ടി വരും. നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ? ഉസ്താദ് പറഞ്ഞു, നോക്കട്ടെ. അങ്ങനെ വന്നു, പോലീസുകാരൻ വന്നു. ഒരു ഹിന്ദുവാണ്. ചോദിച്ചു: ഉസ്താദെ, നിങ്ങളല്ലേ സംഭവം കണ്ട? അതേ കണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞു തരുമോ? ആ, പറയാം. ഞാൻ തഹത്തിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഫൗക്കിൽ നിന്നും ഒരു സൗത്ത് കേട്ടു. ഞാൻ ഫൗക്കിലേക്ക് പോയി നോക്കിയപ്പോ 2 ഫുലാന്മാര് തമ്മിൽ വെറുബ. ഒരു ഫുലാൻ മറ്റേ ഫുലാന്റെ ഉനിക്കിന് പിടിച്ച് വജിക്കിന് വെറുബുണ്ട്. ഞാൻ കുറെ നേരം നെവറി തഹത്തിൽ വന്ന് ദർസ് തുടങ്ങി. ഇയാൾ ആകെ അന്തം വിട്ടുപോയി അല്ലേ? ഒന്നും കൂടി പറയാം ഉസ്താദെ. ഞാൻ പറയാം. ഞാൻ തഹത്തിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഫൗക്കിൽ നിന്ന് ഒരു സൗത്ത് കേട്ടു. ഞാൻ ഫൗക്കിലേക്ക് പോയി നോക്കുമ്പോ 2 ഫുലാന്മാര് തമ്മിൽ ലർബാണ്. ഒരു ഫുലാൻ മറ്റേ ഫുലാന്റെ തുനിക്കിന് പിടിച്ച് വജികിന് ലർബുണ്ട്. ഞാൻ കുറെ നേരം നെളറി, എന്നിട്ട് തഹത്തിൽ വന്ന് ദർസ് തുടങ്ങി. പോലീസുകാരൻ പറഞ്ഞു, ഒക്കെ മനസ്സിലായി, ഉസ്താദ് വരണ്ടാന്ന്. ഇതേ രൂപത്തിലാണ് ഈ മാല, മൗലൂദ്, പാട്ട്, ഈരടികളൊക്കെ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിണ്ടാവുമല്ലോ അല്ലെ? ഏകദേശം അല്ല, ഈ രൂപത്തിലാണ്. എന്താ? ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈൻ അവൻ ആട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. മരിക്കണ സമയത്ത് സക്കറാത്തുൽ മൗത്തിന്റെ അവസ്ഥയിൽ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയത്ത് ഇബ്ലീസ് ഇറങ്ങി വന്നുകൊണ്ട് ഒരു കൂജയിൽ വെള്ളപ്പാത്രവുമായി നിന്റെ അരികിലേക്ക് കടന്നു വരുമ്പോ, എന്റെ അരികിലേക്ക് കടന്നു വരുമ്പോ അതിനെ തട്ടിത്തെറിപ്പിക്കാൻ ബദരീങ്ങളെ തുണ വേണം അല്ലാ എന്നാണ് ആ പാട്ടിലൂടെ ചോദിക്കുന്നത് അല്ലെ? മരിക്കണ സമയത്ത് പോലും അല്ലാഹ്ന്ന് വിളിക്കണില്ല. മരിക്കുന്ന സമയത്ത് പോലും മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക്, ഏറ്റവും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ആ തൗഹീദിന്റെ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അവിടെ പോലും എന്താ പറയണത്? അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അവിടെ ബദരീങ്ങളുടെ തുണ വേണം എന്നാണ് അവിടെയും എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത് എന്നതാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, എത്ര ഗൗരവപ്പെട്ട വിഷയമാണ് ഇതൊന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ. അവിടെ മാത്രമല്ല, എവിടെയെല്ലാം ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇപ്പൊ മുഹീദ്ദീൻ മാല എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, അതുപോലെ തന്നെ ഒട്ടനവധി മാലകളും മൗലൂദുകളും എല്ലാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇതിലൊക്കെ കാണുന്നത് മരിക്കുന്ന സമയം നാളെ മഹ്ശറയിൽ പോയാൽ ഇപ്പൊ മുഹീദ്ദീൻ മാലയില്
അതില് ഇരവ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഇരവ് എന്നുള്ള ഭാഗത്തില് പറയുന്ന പാട്ടാണ്: മുത്താൽ പാടച്ച ദുനിയാവിൽ നിൽക്കുന്നാൽ മൂപ്പർ മുഹിയുദ്ദീൻ കാവേലിയിലേകല്ലാ, കാലം അസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹിയുദ്ദീൻ കാവേലിയിലേകല്ലാ. അഥവാ നാളെ മഹ്ശറ വൻസഭയിൽ നിൽക്കുമ്പോ നഫ്സി നഫ്സി നഫ്സിയ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു സമയമുണ്ട്. ഓരോ പ്രവാചകന്മാരും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ ആ പ്രവാചകന്മാർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സമയത്ത് അവസാനമായി ലോകത്തിന്റെ പ്രവാചകൻ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മൾ പറയുമ്പോ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിംഹാസനത്തിന്റെ താഴെ പോയി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുകയാണ്. അള്ളാഹിന്റെ റസൂല് അതുവരെ ചൊല്ലാത്ത ദിക്റുകളും തഹ്ലീലുകളും തസ്ബീഹുകളും ചൊല്ലി കരഞ്ഞ് 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 അള്ളാഹ് ഉദ്ദേശിക്കുന്ന കാലം എത്രയാണോ അത്രയും കാലം അള്ളാഹിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകനോട് പറയുകയാണ്: മുഹമ്മദേ, തല ഉയർത്തു, നീ ചോദിച്ചോ തരാം. ആ സമയത്ത് അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ്: അള്ളാഹുവേ, എന്റെ സമുദായത്തെ നീ ഇവിടെ നിന്ന് ഇനി മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാ, കരഞ്ഞു വീണുകൊണ്ട് പറയുകയാ. അവിടെയും പ്രവാചകൻ ഒരു കാര്യം പറയുന്നുണ്ട്: എല്ലാ പ്രവാചകന്മാർക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനുള്ള ഒരു സന്ദർഭം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഞാൻ എന്റെ പ്രാർത്ഥന ഞാൻ പരലോകത്തെ എന്റെ സമുദായത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നിട്ട് പറഞ്ഞു: ഇൻഷാ അല്ലാഹ്, തീർച്ചയായും അത് ലഭിക്കുക തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് ആർക്കാണ് ലഭിക്കുന്നതെന്നറിയുമോ? മൻമാത ലാ യുശ്രികു ബില്ലാഹി ശൈആ, എന്റെ സമുദായത്തിൽ നിന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കാൻ മരണപ്പെട്ടവർ ആരാണോ അവർക്കാണ് എന്റെ ശഫാഅത്ത്, അതായത് എന്റെ പ്രാർത്ഥന അവർക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറയുമെന്നാണ്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. മാലകള്, മൗലൂദുകള്, അതുപോലെ തന്നെ റാത്തീബുകള്, അതുപോലെ തന്നെ കുത്തുബിയത്തുകള്. എന്താണ് കുത്തുബിയത്ത്? കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ അപകടകരമായ വരികളാണ് കുത്തുബിയത്തിലുള്ളത്. ഇന്നും അത് ഓരോ വീടുകളില് എല്ലാവരും ലൈറ്റ് അണച്ചുകൊണ്ട് ബദരീങ്ങളെ മറ്റേ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വല്ലാത്ത ദയനീയമായ കാഴ്ച. ആ കുത്തുബിയത്തിലൂടെ അവർ പാടുന്ന വരികൾ എന്താണ്, അവർ ചൊല്ലുന്നത് എന്താണ്? ആ കുത്തുബിയത്തിന്റെ വരികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുന്നതിന് പകരം മഹാനായ മുഹീദ്ദീൻ ശൈഖിനോടും പ്രാർത്ഥിക്കുകയും സങ്കടം പറയുകയും മാത്രമല്ല, മുഹീദ്ദീൻ ശൈഖാണ് മഴ പെയ്യിപ്പിക്കുന്നത്, മുഹീദ്ദീൻ ശൈഖാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നത് എന്ന് പറയുന്ന രൂപത്തിലുള്ള വരികളാണ് കുത്തുബിയത്തിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചില ഭാഗം ഞാനത് പറയാം. കുത്തുബിയത്ത് എന്ന് പറയുമ്പോ 12 റക്അത്ത് നമസ്കരിക്കണം. ആദ്യം 12 റക്അത്ത് വുളൂ ചെയ്ത് നിസ്കരിക്കണം. നമസ്കരിച്ചിട്ട് ഭയഭക്തിയോടുകൂടെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ വെച്ചുകൊണ്ട് യാ ഔസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയിൽ വെച്ചുകൊണ്ടും അത് പ്രാർത്ഥിക്കുന്നു, വിളിക്കുന്നു. പള്ളിയിൽ വെച്ച് വിളിക്കുക. അല്ലാഹ് പറയാ ഫലാ തദൂ മഅല്ലാഹി അഹദാ, പള്ളി അല്ലാഹുക്കുള്ളതാണ്, അവിടെ വെച്ച് അല്ലാഹുവിനോട് കൂടെ ഒരാളെയും നിങ്ങൾ വിളിക്കരുത് എന്ന് അല്ലാഹ് പറയുമ്പോ അല്ലാഹ് എന്താണോ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായ രൂപത്തില് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മാത്രമല്ല കുത്തുബിയത്തിന്റെ ഒരു വരി, അപകടം നിറഞ്ഞ ഒരു വരി: യാ കുതുബ അഹ്ലിസ്സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈല ഐനൈ വുജൂദിഹിം വഗൈസഹുമാ. അതിന്റെ അർത്ഥം സുന്നി ബുക്ക് സ്റ്റാളിൽ അബ്ദുൽ സമദ് ഫൈസി എന്ന് പറയുന്ന ഒരാൾ ഇറക്കിയ കുത്തുബിയത്ത് പദാനുപദ അർത്ഥവും അതിന്റെ വിശദീകരണവും എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് പരസ്യമായി അതിന്റെ മീനിങ് പറയാ. നമ്മൾ പറയണതല്ല, അവര് പറയാ ആകാശഭൂമി നിവാസികളുടെ കുത്തുബ് അഥവാ കേന്ദ്ര ബിന്ദുവും ഔസുമായിട്ടുള്ളവരെ, സഹായവുമായിട്ടുള്ളവരെ, വാനലോകത്തും ഭൂമിയിലുള്ളവർക്കും ഉപകരിക്കുന്ന
മഴയും നദിയും വെള്ളവും ഒഴുക്കുന്ന മഹാനവറുകളെ, അഥവാ ഭൂമിയിലേക്ക് മഴ പെയ്യിപ്പിക്കുന്നത് മുഹ്യിദ്ദീൻ ശൈഖാണ്. ഈ അരുവികൾ ഒഴുക്കുന്നത് മുഹ്യിദ്ദീൻ ശൈഖാണ്. ഈ നദികൾ ഒഴുക്കുന്നത് മുഹ്യിദ്ദീൻ ശൈഖാണ്. അത്തരത്തിലുള്ള മുഹ്യിദ്ദീൻ ശൈഖേ എന്ന് പറഞ്ഞുകൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിന്റെ 63-ാമത്തെ വചനത്തിലൂടെ അല്ലാഹ് പറയുന്നത്, വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാആ فأحيا به الأرض من بعد موتها ليقولن الله قل الحمد لله بل أكثرهم لا تعقلون. ഓക്കേ, നിങ്ങൾ ശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാ, എന്താണ് പറയേണ്ടത്? മക്കയിലെ മുശ്രിക്കുകളോട്, പച്ചയായ മുശ്രിക്കുകളോട്, അഥവാ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയൊക്കെ ആരാധിക്കുന്ന പച്ചയായ മുശ്രിക്കുകളോട് ചോദിച്ചാൽ, എന്ത് ചോദിച്ചാൽ, ആരാണ് ആകാശലോകത്തിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത്? നിർജീവായ അവസ്ഥയിൽ നിന്ന് ഭൂമിക്ക് ജീവൻ കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും, ആരാണ്? ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണ് എന്ന്. അല്ലാഹുവാണ് എന്നവർ പറയുമെന്നാണ്, അല്ലേ? വിശുദ്ധ ഖുർആനിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നില്ലേ, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ കുടിക്കുന്ന വെള്ളം നിങ്ങൾക്ക് നൽകുന്നതാരാണ്? അത് മഴവേഗ കീറുകളിൽ നിന്ന് ഭൂമിയിലേക്ക് പെയ്യിപ്പിക്കുന്നതാരാ? നിങ്ങളാണോ അതല്ല നാം ആണോ? ഓരോ വിശ്വാസികളും അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹുവേ, മഴ നിന്റെ കാരുണ്യമാണ്, വെളിച്ചം നിന്റെ കാരുണ്യമാണ്, ഇരുട്ട് നിന്റെ കാരുണ്യമാണ്. ഈ ലോകത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന സകലമാന അനുഗ്രഹങ്ങളും കാരുണ്യവാനായ നാഥാ, നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതാണ്. ഞങ്ങൾക്കൊരു ഈച്ചയെ പോലെ ഈച്ചയെ സൃഷ്ടിക്കാൻ പോലും സാധ്യമല്ല, ഒരു കൊതുകിനെ സൃഷ്ടിക്കാൻ പോലും സാധ്യമല്ല, ഒരു ജീവനില്ലാത്ത വസ്തുവിന് ജീവൻ കൊടുക്കാൻ ഈ പ്രപഞ്ചത്തിന്റെ സകലമാന സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും ഞങ്ങൾക്കതിന് സാധ്യമല്ല നാഥ. അതിന്റെ എല്ലാം ഉത്തരവാദി അളവറ്റ കാരുണ്യവാനായ നാഥ നീയാണ് റബ്ബേ. ഇതാണൊരു വിശ്വാസി പറയേണ്ടത്, അല്ലേ? ഇതാണൊരു വിശ്വാസി പറയേണ്ടത്. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഇത് പറയുമ്പോ ഇവര് വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക, ഇവർക്ക് ഔലിയാക്കളോട് സ്നേഹമില്ല, ഔലിയാക്കളെ കണ്ടൂടാ, ഔലിയാക്കളോട് ഇഷ്ടമില്ല. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുക. ഔലിയാക്കളോട് ഇഷ്ടമല്ല, ഇവർക്ക് ദിക്റില്ല, ഇവർക്ക് സ്വലാത്തില്ല, ഇവർക്ക് എന്തില്ല, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു ഇവിടെ ഒക്കെ വെട്ടിച്ചുരുക്കണവരാണ് മുജാഹിദ്. എന്തു നുണയാണ്, പച്ച നുണയാ. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു യാത്രയിൽ ഇതുപോലെ ഒരു പ്രഭാഷണം കഴിഞ്ഞ് ഒരു യാത്ര കഴിഞ്ഞ് പോകുമ്പോ, ഞാൻ പറവൂര് താമസിക്കുന്ന സമയത്ത് ചാവക്കാട് വെച്ച് ഞാൻ അന്ന് അവിടം വരെ ബസ് കിട്ടിയുള്ളൂ. പിന്നെ ഈ പോകുന്ന ലോറിക്കൊക്കെ, ഇപ്പൊ ലോറി കൈയാട്ടി നിർത്തൂലട്ടാ, അത് ഈ ലോറിക്കൊക്കെ കൈ കാണിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ നിർത്തുന്നിട്ട് കയറ്റും. അപ്പൊ ഒരു ലോറി ഇങ്ങനെ പോകുമ്പോ ഞാൻ കൈ കാണിച്ചപ്പോ നിർത്തി. അപ്പൊ എന്റെ ഈ ഡ്രസ്സും എന്റെ ബാഗെല്ലാം കണ്ടപ്പോ ഉസ്താദിന്റെ ലുക്ക് ഉണ്ടല്ലോ, ചെറിയൊരു ഉസ്താദിന്റെ ലുക്ക്, അങ്ങനെ കയറ്റി സലാം പറഞ്ഞു. സലാം അലൈക്കും. ഉസ്താദ് എവിടെ നിന്നാ വരുന്നത്? ഞാൻ കോഴിക്കോട് നിന്നാണ്. ഞാൻ ഒരു പ്രസംഗം കഴിഞ്ഞ് വരാം. എവിടെ നിന്ന്? കോഴിക്കോടാണ്, ഇന്ന സ്ഥലത്താണ്. അപ്പൊ തൊപ്പിയും തലക്കെട്ടൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ടാവൂലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് തലക്കെട്ടൊന്നും കെട്ടലില്ല. അതെന്താ? ഞാനൊരു മുജാഹിദിന്റെ പ്രഭാഷകനാണ്, ഒരു സലഫി പ്രഭാഷകനാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞോടുകൂടെ ഇയാൾ ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടി. ഇവിടെ വണ്ടിക്ക് യാത്ര തുടരാൻ പോയിക്കൊണ്ടിരിക്കണതിന്റെ ഇടയിൽ ഇരുട്ടത്ത്, അവിടെ ബസ് സ്റ്റോപ്പും ഇല്ല, ലൈറ്റും ഇല്ല, ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് പുള്ളിയോട് വണ്ടിയോട് ചവിട്ടി, ബ്രേക്ക് ചവിട്ടി. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. പക്ഷെ ആൾക്ക് എന്തോ തോന്നി, റിവേഴ്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ് കയറിക്കോ, അപ്പുറത്തെ സ്റ്റോപ്പിലാക്കി തരാം. ഞാൻ പറഞ്ഞു വേണ്ട, അല്ലല്ല അല്ല കയറി, നിർബന്ധിച്ച് കയറിയിരുന്നു. പക്ഷെ എന്നോടൊന്നും മിണ്ടണില്ല. ഞാൻ ചോദിച്ചു എന്തേ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടാൻ കാരണം? മിണ്ടണില്ല. ഞാൻ അങ്ങനെ കുത്തി ലാസ്റ്റ് ഞാൻ എൻ്റെ ചരിത്രം പറഞ്ഞു. ഞാനൊരു സുന്നിയായിരുന്നു. ഞാൻ മാലയെ മൗലൂദും റാത്തീബും, ഞാൻ എന്നിട്ട് എന്ത് ചെയ്ത് മൗലൂദ്, മങ്കൂസ് മൗലൂദ് ഒട്ടുമിക്കതും എനിക്ക് കാണാതെ അറിയാം. ഞാൻ പുള്ളിക്കാട് ചൊല്ലിക്കോ, സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ നബിയുൽ ഹുദാ ഖമറഹു ജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാ മുഹമ്മദ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. അപ്പൊ ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി സുന്നിയ. ഞാൻ സുന്നിയായിരുന്നു, കട്ട സുന്നിയായിരുന്നു. തലയെക്കെട്ടും തൊപ്പിയൊക്കെ ഇട്ടായിരുന്നു, ഒരു പച്ച മുസ്ലിയാലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കണം, നിങ്ങൾ എന്തേ? അപ്പൊ പുള്ളി എന്തൊക്കെയോ ചിന്തിച്ച, പിന്നെ എങ്ങനെ മാറി? കുറച്ച് ചരിത്രങ്ങളൊക്കെ പറയാം. കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, മുജാഹിദിന്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇല്ല.
അവരെ വല്ല ലഘുലേഖ കണ്ടിട്ടുണ്ടോ? ലഘുലേഖ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അവരെ പള്ളിയിൽ ജുമാക്ക് കൂടിയിട്ടുണ്ടോ? മുജാഹിദിന്റെ പള്ളിയിൽ ജുമാക്ക് കൂടിയിട്ടുണ്ടോ? ഇല്ല. മുജാഹിദിന്റെ ഏതെങ്കിലും ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടോ? അതുമില്ല. ഇതൊന്നുമില്ലാതെ പിന്നെ എന്താണ് സഹോദര? RSSകാർ മുസ്ലിമീങ്ങളോട് വിരോധം കാണിക്കുന്നത് പോലെ, ക്രിസ്സംഗികൾ മുസ്ലിങ്ങളോട് വിരോധം കാണിക്കുന്നത് പോലെ, ഇന്ന് ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗം മുസ്ലിങ്ങളോട് വിരോധം കാണിക്കുന്നത് പോലെ എന്തിനാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിലെ തൗഹീദ് പറയുന്ന ഈ മുജാഹിദുകളോട് അവരുടെ ഒന്നും കേൾക്കാതെ എന്തിനാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അപ്പളാ പുള്ളി പറയണങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 100 റുപ്യ പോരാ, 100 റുപ്യ പോരാ, ഒന്നും കൂടി കൂട്ടിച്ചല്ലേ അല്ലെ? ഇതിങ്ങനെ പറഞ്ഞു. നമ്മള് മറ്റേ പണ്ടൊരു കഥാപുസ്തകം നടത്തിയപ്പോൾ ഒരു ചക്ക ലേലം വിളിക്കാൻ കൊണ്ടുവന്ന്. ഈ ചക്ക എന്ന് പറയുമ്പോൾ കരുവാരക്കുണ്ട് ഭാഗത്താണ്, ഈ ചുള്ളിയോട് കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ അവിടെ ചക്ക കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെ പൊന്നാനിയിലപ്പോ അന്ന് വലിയ ചക്കക്ക് വലിയ പ്രയമുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ അത് ചീഞ്ഞു പോണ സാധനമാണ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഞങ്ങൾ ലേലം ചെയ്യുള്ളൂ. ചക്ക കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു ചക്ക ഞാൻ ലേലം ചെയ്തോളാം. അവര് പറഞ്ഞല്ലോ ഉസ്താദെ ചക്കക്ക് പൈസ കിട്ടൂല, ആരും കാശ് വരൂല, ഇത് ചീഞ്ഞു പോണ സാധനമാണ്. ഞാൻ ആയിക്കോട്ടെ എന്നാലും നിങ്ങൾ അവരാൾ ചക്ക പൊക്കി പിടിച്ച് ഞാൻ ചക്ക ലേലം ചെയ്യാൻ തുടങ്ങി. ആര് വിളിക്കണം? ചക്ക ചീഞ്ഞു പോണ സാധനം ഇത് ഉപകാരം കിട്ടണ്ടേ? അവരാര് വിളിക്കണം? അവസാനം ഞാൻ പറഞ്ഞ് ഞാനൊരു പാട്ട്, കുറെ സ്ഥലത്തൊക്കെ ചെല്ലി വെക്കി, ഒരു രക്ഷയില്ല. ഞാനൊരു പാട്ട് പാടി ഞങ്ങള് ചക്ക ലേലം ചെയ്യുമോന്ന് വെച്ച് 313 വിളിക്കുമോന്ന് വെച്ച് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചക്കനെ കുറിച്ചൊരു പാട്ട് നേരം തോന്നിയതാണ്. എന്താ? എന്റെ കൽബില് നന്മ നിറഞ്ഞൊരു നാട് ചുള്ളിയോട്, ലേലം വിളിയിലായി സംഗമിച്ചൊരു പൊന്നു നാട്ടുകാരെ, ചക്കയൊന്നു വേണ്ടേ, ചക്കയൊന്നു വേണ്ടേ എന്ന് പാടിയോടുകൂടെ പൂര 113 അല്ല 313. എടാ ഇത് അതേപോലെ തന്നെ സലാത്ത് ദിക്റ്. നിങ്ങളൊരു 10 രൂപ കൂട്ടി വിളിക്ക് എന്നാ സലാത്തിയല്ല, ഒരു 5 രൂപ കൂട്ടി വിളിക്ക് എന്നാ സലാത്തിയല്ല. സ്വലാത്ത് കച്ചവടം അല്ലെ? സ്വലാത്ത് കച്ചവടം. മുജാഹിദുകൾ സ്വലാത്ത് സഹോദരന്മാരെ അതൊരു ആരാധനയാണ്. അത് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹും അവന്റെ മലക്കുകളും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു പ്രവാചകനക്ക് ഗുണം നൽകുന്നു. മലക്കുകൾ പ്രവാചകന് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകന് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, കൈഫ തുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ പേരിൽ ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമി സ്വലാത്താണ് നിങ്ങൾ ചൊല്ലേണ്ടത്. ആ സ്വലാത്ത് ചൊല്ലുന്നവരാണ് മുജാഹിദുകൾ. അതൊരു പ്രാർത്ഥനയാണ്, അതൊരു ആരാധനയാണ്. പ്രവാചകന് വേണ്ടി ആത്മാർത്ഥമായ ഓരോ വിശ്വാസികളും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സ്വലാത്ത്. അതല്ലാതെ അതൊരു കച്ചവടമാക്കാനുള്ളതല്ല. എന്താ പറയാ, നബിദിനത്തിന് പാട്ടുപാടിയിട്ട് ഇങ്ങനെ കാശുണ്ടാക്കാനുള്ളതല്ല, ലേലം വിളിക്കുള്ളതല്ല. അതുപോലെ തന്നെയാണ് ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം. ഔലിയാക്കൾ ഉള്ളവരാണ്, യാഥാർത്ഥ്യമാണ്. ആരാണ് ഔലിയാക്കള്? എന്താണ് അവരുടെ അവസ്ഥ? വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിലായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. ആ ഔലിയാക്കളെ നിഷേധിക്കുന്നവരല്ല മുജാഹിദുകൾ, അല്ലെ? വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് യൂനുസിന്റെ 68, 69 വചനങ്ങളിൽ 62, 63 വചനങ്ങളിലൂടെ അല്ലാഹു പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങൾ, അവർക്കൊരു പേടിയില്ല, അവർ ദുഃഖിക്കുന്നവരല്ല, അവർ സങ്കടപ്പെടുന്നവരല്ല. അവരാണ് അള്ളാന്റെ ആത്മമിത്രങ്ങൾ. ആരാണ് അള്ളാന്റെ ഔലിയാക്കൾ? കുളിക്കാത്തവരാണോ? അതേപോലെ തന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കാത്തവരാണോ? ഈ CM മടവൂരിന്റെ കറാമത്ത് പറയുന്നിടത്ത് അദ്ദേഹം പള്ളിയിൽ പോയി നമസ്കരിക്കാറില്ല, പരിശുദ്ധ റമളാൻ മാസത്തിൽ നോമ്പ് നോക്കാറില്ല,
പരിശുദ്ധ റമദാൻ മാസത്തിലെ പരസ്യമായി മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്ത വ്യക്തിയാണ് CM മടവൂർ. പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാറില്ല, നോമ്പ് നോക്കാറില്ല. എന്നാൽ അല്ലാഹു പറയുന്നത് ഔലിയാക്കളാരാ? അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്നാണ്. ആ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടോ? ഉണ്ട്. ആ കറാമത്തിൽ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. പക്ഷെ അത് ഇവരെ കാട്ടിക്കൂട്ടുന്ന കറാമത്തുകളല്ല, ഇവരെ കാട്ടിക്കൂട്ടുന്നതല്ല, അല്ലെ? ഈ നേർച്ചകള്, ഉറൂസുകള്, അതേപോലെ തന്നെ ചന്ദനക്കുടം. കോഴിക്കോടിന്റെ ഒരു ഇടിയങ്ങര ശൈഖിന്റെ ജാറം എന്ന് പറയുന്നത്, അവിടെ എന്താ പറയാ? അപ്പവാണിഭ നേർച്ച. എന്താണ് അപ്പവാണിഭ? നമ്മുടെ ശരീരത്തിന് ഏത് അവയവത്തിനാണോ അസുഖമുള്ളത് ആ അവയവത്തിന്റെ രൂപത്തില് അപ്പുണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് നേർച്ചയാക്കാം. ഇപ്പൊ കണ്ണിനാണെങ്കിൽ കണ്ണപ്പം, കാതിനാണെങ്കിൽ കാതപ്പം, കാലിനാണെങ്കിൽ കാലപ്പം. അപ്പൊ അത്യാവശ്യത്തിന് തടിയുള്ള ആളുടെ കാലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ചാക്ക് മൈദ വേണ്ടി വരും. അതുകൊണ്ട് ഒരു വലിയ ആലാക്കിന്റെ കാലുണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നേർച്ചയാക്കുക. അങ്ങനെ നേർച്ചയാക്കിയാൽ ആ സുഖങ്ങളൊക്കെ മാറും. ഈ രൂപത്തിൽ ആത്മീയമായ തട്ടിപ്പ്, അള്ളാഹുവിനെ ഭയപ്പെടാതെ, അള്ളാഹുവിനോട് ഒരു തരിമ്പ് പോലും, അള്ളാഹുവിനോട് ഒരു സൂക്ഷ്മത കാണിക്കാതെ